ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. പെസഹ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് യഹൂദരുടെ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലമാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വാഗ്ദാന ഭൂമിയിലേക്ക് ദൈവം ആനയിച്ചതിൻ്റെ ഓർമ്മ. ഈജിപ്തിൽ നിന്നും പുറത്തു വന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ നന്ദിയോടെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അവർ പെസഹ ആഘോഷിച്ചത്. പുതിയ നിയമത്തിൽ ഈശോയും ശിഷ്യരുമൊത്തുള്ള അന്ത്യ അത്താഴം പുതിയ നിയമത്തിലെ പുതിയ കടന്നുപോകൽ ആയിരുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ജീവൻ്റെ പൂർണ്ണതയിലേക്കുള്ള കടന്നുപോകൽ. ഈശോയുടെ പെസഹായിൽ നാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അനുസ്മരിക്കുന്നത്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിൻ്റെ മാതൃക കാട്ടിത്തന്നതിൻ്റെയും സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മകൾ. അത്താഴത്തിനിടയിൽ ഈശോ എഴുന്നേറ്റ് മേലങ്കി മാറ്റി തുവാലയെടുത്ത് അരയിൽ കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്നു. ഈശോ പുതിയൊരു സ്നേഹ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നു. ഈശോയ്ക്ക് അറിയാമായിരുന്നു താൻ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നവരിൽ ഒറ്റിക്കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവരും ഉപേക്ഷിച്ചു പോകുന്നവരും ഒക്കെയുണ്ടെന്ന്. എന്നിട്ടും അവൻ അവരുടെ പാദങ്ങളിലേക്ക് താണിറങ്ങി. നമുക്ക് വേദനകൾ തന്നവരെയും നമ്മെ സങ്കടപ്പെടുത്തുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താൻ, അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതല്ല ഈശോ നമ്മെ പഠിപ്പിച്ചത്. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ, എൻ്റെ ജോലി സ്ഥലങ്ങളിൽ, എൻ്റെ സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം സ്വന്തമാക്കിക്കൊണ്ട് ഈശോയുടെ വിനയത്തിൻ്റെ മാതൃക പിൻചെല്ലാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, സ്നേഹത്തിൻ്റെ കുദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ എന്നതാണ്. അന്ത്യത്താഴത്തിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും മനുഷ്യമക്കളുടെ കാര്യങ്ങളിലേക്ക് എടുത്തു വെച്ചു. മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമായി തൻ്റെ രൂപവും ഭാവവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് തൻ്റെ സ്നേഹം പങ്കുവെച്ചു. അതിനുശേഷം അവസാനം വരെയുള്ള തൻ്റെ സാന്നിധ്യത്തെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പുതിയ പെസഹായ്ക്ക് പുതിയ ഭാവം നൽകി. അന്ത്യത്താഴത്തിൽ അവിടുന്ന് അപ്പമെടുത്തു, അതായത് നമ്മുടെ ജീവിതത്തെ എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുവാനുള്ളതാണ്. നമ്മുടെ ജീവിതം മുറിയപ്പെടാനുള്ള ജീവിതമാണ്. മുറിയപ്പെടുമ്പോഴാണ് ജീവൻ തളിരിടുന്നത്. കൃഷിക്കാരൻ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുമ്പോഴാണല്ലോ ഫലങ്ങൾ ലഭിക്കുന്നത്. ഇനി മുറിച്ചത് കൊടുക്കുവാനും കൂടിയുള്ളതാണ്, പങ്കുവയ്ക്കുവാനുള്ളതാണ്. നമ്മെ തന്നെ മുറിച്ചു നൽകി സഭയ്ക്കും സമൂഹത്തിനും ലോകം മുഴുവനുമായി മുറിച്ചു നൽകുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ മുറിച്ചു നൽകുവാൻ, തിരുസഭയ്ക്കായി നമ്മെ തന്നെ നൽകുവാനായി, നമ്മുടെ ശുശ്രൂഷകളെ നൽകുവാൻ നമുക്ക് ആവട്ടെ. പെസഹ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.